സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് അത് ഹൈക്കോടതി തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയിലുള്ളത്. അതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തന്നെയാണ്. എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ അതിൽ ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു കേസ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും താൻ അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള കേസുകളൊക്കെ അത്തരം വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന കേസുകൾക്കൊക്കെ ഇതിനു മുൻപ് ജാമ്യം നൽകിയ കേസുകളൊക്കെ വന്നത് വേടന്റെ കേസ്, വിജയബാബുവിന്റെ കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസ് അത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇതിലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങനെയായിരിക്കും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുക എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും 10ാം നാള് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് 10ാം നാളും രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെയാണ്. രാഹുൽ ഈ പറയുന്ന കണക്കൊന്നുമല്ല. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വരുന്നുണ്ട് ഇതേ കണക്ക് രാഹുൽ തങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സപ്പോർട്ട് ഒന്നും ചെയ്തില്ല. അവരെയും തീർച്ചയായിട്ടും തെറ്റുണ്ട്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തോ ചെയ്തത് തെറ്റാണെന്നോ ഒരുപാട് പേര് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്ന കണക്കല്ല, ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ ഇത് കണക്ക് തെറ്റി ഏർപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ നാടൊക്കെ ഭരിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.